ഇത്രമാത്രം തകർന്നു പോകാൻ തക്കതായ കാരണം ഉണ്ടാവും എനിക്കറിയാം. ഭാര്യയുടെ കാര്യം ഓർത്തിട്ടാണോ അതോ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടാണോ? കുഞ്ഞിന്റെ കാര്യമാവാൻ വഴിയില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഭാര്യ തന്നെയാ വിഷയം. ഇന്നലെ വരെ കണ്ട അമ്മയല്ലല്ലോ ഇപ്പൊ ഭാര്യയ്ക്കുള്ളത്. എനിക്ക് പോണം. അങ്ങനെ ആഗ്രഹിക്കാനേ ഡോക്ടർക്ക് കഴിയൂ. ഒരു 10 ചുവട് പോലും നടക്കാൻ ഡോക്ടർക്ക് കഴിയില്ല. വാ, എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ. ഡോക്ടർ പതുക്കെ എഴുന്നേക്ക്. ദേ, ഡോക്ടറുടെ തലയ്ക്ക് കയറിയ കെട്ടുവിടാൻ ഞാനൊരു ജ്യൂസ് തരാം. അത് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാം. ഞാൻ തന്നെ കറിക്കൊണ്ടുവിടാം. വാ, എഴുന്നേക്ക. ഇരിക്ക. എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ. ഇത് കുടിക്ക. എനിക്ക് വേണ്ട. ഇത് കുടിക്ക്. കെട്ടിറങ്ങിയിട്ട് വീട്ടിൽ പോണ്ടേ? കുടിക്ക്. ഡോക്ടർ കുടിക്ക്. രാത്രിയായില്ലേ? ഡോക്ടർക്ക് നാളെ പോയാ പോരെ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇവിടെ വന്ന വിവരം ആർക്കും അറിയില്ല. ഒരു രാത്രി ഡോക്ടർ ഇവിടെ ഉറങ്ങിയതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതും. ഫോണിപ്പോഴും സ്വിച്ച് ഓഫാ. ഇവൻ എവിടെ പോയി കിടക്കുന്നു? എനിക്ക് ദേഷ്യ വരുന്നത്. എന്റെ മോന് സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞു. മാഷ് ഇനി എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. വൈക അനുവിന്റെ അമ്മ തന്നെയാ. നീ ഒന്ന് നിർത്ത്. ആദ്യം ബിബിനൊന്ന് വരാൻ പ്രാർത്ഥിക്ക്. എന്ത് പനിയാന്നും ഡോക്ടർമാർക്ക് പോലും ഒരു നിശ്ചയമില്ല. ടെസ്റ്റ് റിസൾട്ട് വരാതെ ശരിയായ ചികിത്സ ഉണ്ടാവില്ല. എനിക്ക് ടെൻഷനേ എന്റെ മോനെ ഓർത്ത. നിവൃത്തിയില്ലാതെയാ വൈകയോട് അവൻ മോശമായിട്ട് പെരുമാറിയത്. ഇനി അവളുടെ ആളുകളെങ്ങാനും മോനെ പിടിച്ചോണ്ട് പോയൊന്നും അറിയില്ല. അവള് മാത്രല്ല വന്നിരിക്കുന്നത്, എന്തിനും പോന്ന കുറച്ച് പാണ്ടിപ്പടയും ഉണ്ട്. നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കും. നമ്മുടെ മോന്റെ കാര്യം നോക്കാനേ നമ്മള് മാത്രമേ ഉള്ളൂ. ശശാങ്ക് വന്നോന്നൊന്ന് വിളിച്ചു ചോദിക്കും. അവനോട് പറ മാഷെ വിപിനെ ഒന്ന് അന്വേഷിക്കാൻ. എന്റെ വണ്ടിയുടെ കീ എവിടെ? ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ വണ്ടി എവിടെ കിടക്കുന്നേ? രാവിലെ സെക്യൂരിറ്റിയെ വിട്ട് വണ്ടി എടുപ്പിച്ചിട്ടുണ്ട്. കാർ മുറ്റത്തുണ്ട്. അല്ല, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? നീ എന്നെ ട്രാപ്പിൽ പെടുത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പെണ്ണ് ബുദ്ധിമാനായ ഒരു പുരുഷനെ ട്രാപ്പിൽ പെടുത്തിയെങ്കിൽ അതയാളുടെ ബലഹീനതയാ. അതിന് ഡോക്ടർ എന്നെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ രാവിലെ മകനെ അന്വേഷിച്ച് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു.
മോൻ എന്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ പിന്നെ ഒരു വിവരം പറയാനാ ലക്ഷ്മിയമ്മ വിളിച്ചത്. ഡോക്ടറുടെ ഭാര്യയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. ഹലോ, വിപിൻ, നീ ഹോസ്പിറ്റലിലുണ്ടോ? എന്റെ വിപിൻ ഇന്നലെ രാത്രി മുതൽ ട്രൈ ചെയ്യുന്നതാ. അനുവിനിപ്പോ എങ്ങനെയുണ്ട്? അനു, 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 ഞാനാ വിപിൻ. വിപിൻ ചേട്ടാ, എന്റെ കുഞ്ഞെവിടെ? ഞാനിത് എവിടെയാ? പനി പിടിച്ച് അനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്റെ മോളെവിടെ? കുഞ്ഞ് പുറത്തുണ്ട്. കുഞ്ഞിനെ നിന്റെ അരികിൽ കിടത്താൻ പറ്റില്ല. ലക്ഷ്മി അമ്മ അവിടെ ഉണ്ടോ? ലക്ഷ്മി അമ്മയുടെ കയ്യിലാണോ എന്റെ കുഞ്ഞ്? എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. അമ്മയുടെ കയ്യിലാ കുഞ്ഞ്. ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അവിടെ അമ്മയും കുഞ്ഞും. പനി പൂർണ്ണമായി മാറുന്നത് വരെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ആ സ്ത്രീ വന്നാ എന്റെ കുഞ്ഞിനെ കൊടുത്തേക്കല്ലേ? ലക്ഷ്മി അമ്മയോട് പറയണേ. ആ സ്ത്രീ അവര് വരും വിപിൻ ചേട്ടാ. കൊടുക്കല്ലേ? ഇന്നലെ രാത്രി അനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു? എന്നിട്ടെന്താ നീലിമ ആ വിവരം എന്നോട് ആദ്യം പറയാത്തത്? അത് പിന്നെ അനുവിന്റെ കാര്യങ്ങള് വൈഗാ മാമിനെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് ഞാൻ കരുതി. അവളുടെ കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നതല്ലെന്ന് നീലിമയോട് ആരാ പറഞ്ഞത്? അവൾക്ക് എന്താ സംഭവിച്ചത്? അതെങ്കിലും അറിഞ്ഞോ? അത് പനിയാണെന്നാ ലക്ഷ്മിയമ്മ പറഞ്ഞത്. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. തെന്മൊഴി, വണ്ടിയെടുക്ക. ഞാനത് ആദ്യമേ പറയാതെ മനസ്സിൽ വെച്ചതേ ഇങ്ങനെ ഒരു സീൻ കാണാൻ വേണ്ടി തന്നെയാ. നിങ്ങൾ വന്നിരിക്കുന്നത് അനുവിനെ സ്വന്തമാക്കാൻ തന്നെയാ. മറ്റൊരു ലക്ഷ്യങ്ങളും നിങ്ങൾക്കില്ല. അവള് നിങ്ങളുടെ മകൾ തന്നെയാ. യെസ്. രണ്ടും കൽപ്പിച്ചല്ല സംഗീത എന്റെ ഈ വരവ്. ഒന്നു മാത്രം ലക്ഷ്യം വെച്ച് തന്നെയാ. ആശിച്ചത് നേടിയ ചരിത്രമേ വൈഗയുടെ ജീവിതത്തിലുള്ളൂ. ഇത് ആശിച്ചതല്ല, എനിക്ക് അവകാശപ്പെട്ടതാ. സംഗീത എന്റെ ഒപ്പം മത്സരിക്കാൻ നിൽക്കരുത്. നിന്നാൽ സംഗീതയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും. വർഷങ്ങളായി സംഗീത അവളെ സ്വന്തമാക്കി വെച്ചിരിക്കുകയല്ലേ.
ഇനിയുള്ളത് അവളെ പ്രസവിച്ച അവളുടെ പെറ്റമ്മയുടെ ഊഴമ. അവളുടെ അമ്മ സംഗീതയല്ല, ഞാനാണെന്ന് പറഞ്ഞ് കളമൊഴിയാൻ നോക്ക്. എന്റെ അവസാന ശ്വാസം വരെ അനു എന്റെ മാത്രം മകളാണെന്ന് ഞാൻ പറയും. മരിക്കേണ്ടി വന്നാ പോലും അതൊരു വിട്ടുകൊണ്ടേ ഞാൻ ഈ ലോകത്തൊന്ന് പോവുള്ളൂ. ജയിച്ചു കയറിയ ചരിത്രം വൈകിക്കുണ്ടായിരിക്കും, പക്ഷെ ഇവിടെ നീ ജയിക്കില്ല. അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. സംഗീത ഇപ്പൊ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന എന്റെ മകളുടെ കുഞ്ഞിന്റെ മുഖത്ത് നീ ഒന്ന് നോക്ക്. ഒരിക്കൽ ഇതുപോലെ അടക്കി പിടിച്ചതാ ഞാൻ എന്റെ മോളെയും. എനിക്ക് വേണ്ടി കാലം കരുതി വെച്ചതാ ഈ കുഞ്ഞിന്, അതും ഒരു പെൺകുഞ്ഞ്. അവർ പ്രസവിച്ച കുഞ്ഞിനെ എടുത്തു വളർത്തിയ മകളുടെ സന്തോഷത്തിനായി ദാനം ചെയ്യാൻ മനസ്സ് കാണിച്ചവരാ. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു തന്ന സ്ത്രീ. അവരുടെ കുഞ്ഞിനെ വച്ച നീ അഹങ്കരിക്കുന്നത്. സഹതാപമാ എനിക്ക് നിന്നോട്. ഒരു ബലൂണിന്റെ ആയുസ് മാത്രമുള്ള നിന്നോട് ഞാൻ എന്ത് പറഞ്ഞ് ജയിക്കാനാ? പക്ഷെ നീ എന്റെ ജീവനാ. ഒരു കഴുകനെ പോലെ പറന്നിറങ്ങിയ നിന്റെ പെറ്റമ്മയിൽ നിന്ന് നിന്നെയും സംഗീതാമ്മയുടെ കുഞ്ഞിനെയും എങ്ങനെ രക്ഷിക്കുമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുക ഞാൻ. കാപ്പി. ആ, കുഞ്ഞുറങ്ങിയോ മോളെ? ഉറങ്ങി. കുഞ്ഞിനെ നീ ഇങ്ങനെ കൈ കിടത്തി ഉറക്കി ശീലമാക്കല്ലേ, പിന്നെ തൊട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല. എത്ര ദിവസത്തേക്ക് അമ്മേ? ഏറിയ ഒരാഴ്ച. അതുവരെ അവൾ എന്റെ കയ്യിലിരുന്ന് ഉറങ്ങട്ടെ. കയ്യിരുന്ന് ഉറങ്ങിയാലും നീ അവളെ താഴെ കിടത്തത്തില്ലല്ലോ. സത്യത്തിൽ പെറ്റമ്മ പോലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കത്തില്ല. അവൾ എന്റെ മോള് തന്നെയല്ലേ അമ്മേ? വിപിൻ വന്നോന്ന് തോന്നുന്നു. ആ, സംഗീത വല്ലാതെ ബുദ്ധിമുട്ടുകയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ വന്നത്. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്റെ മകളുടെ കുഞ്ഞിനെ നോക്കി സംഗീത പ്രയാസപ്പെടണമെന്നില്ല. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അവള് ഡിസ്ചാർജ് ആവുന്ന ദിവസം ഞാൻ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതല്ലേ സംഗീത അതിന്റെ ശരി? അല്ല, കുഞ്ഞെവിടെ? നിക്കവിടെ. നിങ്ങൾ എന്ത് അവകാശത്തിന്റെ പേരില എന്റെ മകളുടെ കുഞ്ഞിനെ ചോദിക്കുന്നത്? നീ അവളുടെ അമ്മയാണെന്ന് അവളോട് പറഞ്ഞോ? നിന്നെ അവൾ അമ്മയായിട്ട് അംഗീകരിച്ചോ? അതറിയാൻ ഇനി അവള് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് മാത്രം അറിഞ്ഞാ മതി. അവനും സത്യങ്ങൾ അറിയാം. അവന്റെ വീട്ടുകാരെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ലക്ഷ്മിയമ്മയെ വിപിൻ വീട്ടിലോട്ട് അയച്ചു. ഇനി എന്തായാലും ലക്ഷ്മിയമ്മ ഉണ്ടാവില്ല. അപ്പോ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? ഇതെന്ത് അന്യായമാ? എവിടെ നിന്ന് വന്നൊരിപ്പോ കുഞ്ഞിനെ ചോദിക്കുന്നു. ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ട്, അതെന്താ നീ മറന്നുപോയോ? കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് പറയുന്നത് അതിന്റെ അമ്മയാ. അവള് വിപിൻ അല്ലെന്ന് പറഞ്ഞാലോ? അത്രയുള്ളൂ കുഞ്ഞും അച്ഛനും തമ്മിലുള്ള ബന്ധം. എന്നാ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാ കുഞ്ഞ്. എടുത്തു വളർത്തിയവരൊക്കെ പടിക്ക് പുറത്തു നിൽക്കും. കുഞ്ഞെവിടെ? തേൻമൊഴി, കുഞ്ഞിനെ എടുത്തിട്ട് വാ. നിക്കവിടെ. നിന്റെ അതിസാമർഥ്യം എന്റെ അടുത്ത് വേണ്ട. വിപിൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞിനെ അവൻ ആരുമല്ലാത്ത നിന്റെ കയ്യിൽ ഞാൻ എന്തിനു തരണം? ഈ കുഞ്ഞിനെ ചോദിച്ചു വന്ന നീ ഒരു വിട്ടി തന്നെയാണ്. ആദ്യം നീ അനുവിൽ അവകാശവാദവുമായി വന്നു, ഇപ്പോ അവളുടെ കുഞ്ഞിന് മേലായി.
നിന്റെ ചുവടുകളെല്ലാം പിഴച്ചു തുടങ്ങിയെന്ന് നിനക്ക് തന്നെ ബോധ്യമായി. കുഞ്ഞുമായി പോകാന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് വേണ്ടത് എന്റെ മകളെ മാത്രം. പക്ഷേ ഈ കുഞ്ഞിനെ ഞാൻ ചോദിച്ചതിലൂടെ എന്റെ കുഞ്ഞിനെ നീ അപഹരിച്ചോണ്ട് പോയതിൽ എനിക്കുണ്ടായ നഷ്ടം അത് നിന്നെ അറിയിച്ചു തരാൻ വേണ്ടിയാ. അനുവിന്റെ കുഞ്ഞുമായി നീ പോകുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ പഴയ കാലം ഓർത്തുപോയി. ഞാൻ അനുഭവിച്ച വേദന നിനക്കുമുണ്ടാകാൻ എന്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു പോയി. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. നിന്റെ ഉള്ളിലുള്ള ഈ പിടച്ചിലില്ലേ, അതാ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണോന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും, അതും ഈ നിമിഷം തന്നെ. വൈകിയൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, കുഞ്ഞിന് വേണ്ടി ഞാൻ വിളിക്കുന്നിടത്ത് അനു വരും. പക്ഷെ ഞാനത് ചെയ്യില്ല. എന്റെ മകൾ എന്നെ അവളുടെ അമ്മയായിട്ട് അംഗീകരിച്ച് എന്റെ കൂടെ വരുമ്പോ അവളുടെ കുഞ്ഞും എന്റെ മോളുടെ കുഞ്ഞിനെ കൂടി കൈ കെട്ടിയപ്പോ അവള് മറ്റെല്ലാം മറന്നു. അനു ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരില്ലെന്നാണോ സംഗീത കരുതുന്നത്? അവളുടെ ഈ അഹന്ത ഇനിയും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. ഞാൻ വൈഗാമ്മയെ കുറ്റപ്പെടുത്താണെന്ന് തോന്നരുത്. കുഞ്ഞിനെ നമ്മൾ ബലമായി കൂട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ കരുതിയത്. എളുപ്പത്തിൽ നമുക്കതിന് കഴിയുമായിരുന്നു. ഡോക്ടർ വിപിൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോയാ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നീ എന്താ ചിന്തിക്കാത്തെ? ഇതേ തമിഴ്നാടല്ല, അവിടുത്തെ രീതികളൊന്നും അല്ല ഇവിടെ. വിപിൻ അവന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു എന്നാവും കേസ് കൊടുക്കുക. വൈഗാമ്മ എന്തിനാ പേടിക്കുന്നത്? പോലീസ് വരട്ടെ. അനു വൈഗാമ്മയുടെ മകളാണെന്ന് അവരുടെ മുന്നിൽ തെളിയിക്കണം. മകള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവളുടെ കുഞ്ഞിനെ നോക്കേണ്ടത് അമ്മയല്ലാതെ മറ്റാരാ? അതിനു മാത്രമേ വൈഗാമ്മ ശ്രമിച്ചിട്ടുള്ളൂ. കള്ളത്തരം ചെയ്തെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ഞാൻ എങ്ങനെ തെളിയിക്കും? കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരു പടി മുന്നിൽ നിന്നേനെ. അനു കുഞ്ഞായിരുന്നപ്പോ നന്ദൻ സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന് വൈഗാമ്മയ്ക്ക് എവിടെയും പറയാം. അനുവിന്റെ അച്ഛൻ നന്ദൻ സാറിന്റെ ഏട്ടനാണ്. അത് തന്നെ ഒരു പിടിവലിയല്ലേ? നന്ദൻ സാറിന് ഇവിടെ വരുത്താമായിരുന്നു. അയാള് വന്ന സംഗീത മകളോട് പറയാൻ മടിക്കുന്ന സത്യം അയാൾക്ക് പുറം ലോകത്തോട് പറയേണ്ടി വരും. വൈഗാമ്മ എന്ത് പറഞ്ഞാലും നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞത്. സംഗീതയുടെ മുന്നിൽ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. നീ ചിന്തിക്കുന്ന വഴിയിലൂടെയല്ല ഞാൻ സഞ്ചരിക്കുന്നത്. എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. ആവേശത്തിന്റെ പുറത്ത് അതൊന്നും മാറ്റിമറിക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന അറിവ് കിട്ടിയ നിമിഷം മുതൽ അവളിലേക്ക് എത്താനുള്ള എന്റെ യാത്ര തുടങ്ങിയതാ. എവിടെയെങ്കിലും വെച്ച് ചുവട് പിഴച്ച് പിന്മാറിപ്പോകാനല്ല ഞാൻ വന്നത്. ഞാൻ കാത്തിരിക്കും. കാത്തിരിപ്പിനൊടുവിൽ എന്റെ മകൾ എന്നെ അമ്മാന്ന് വിളിക്കുന്ന ആ ഒരു ദിവസം വരും. ഒരു നിമിഷത്തെ ആയുസേ അതിനുള്ളൂ എങ്കിലും വൈകിക്ക് അത് മതി. ഞാൻ ആലോചിച്ചിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അനുവിനെ ഇവിടെ കിടത്താം. വിപിൻ ഡോക്ടർക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അനുവിനെ കൊണ്ടുള്ള ഉപദ്രവം കുറഞ്ഞു കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടാവും. ഭർത്താവിന് ഭാര്യ ഉപദ്രവമാകുന്നതേ അയാൾക്ക് ഇഷ്ടമുള്ള പുതിയ വഴികൾ കണ്ടെത്തുമ്പോഴാ. അനുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോ വിപിൻ ഡോക്ടർ എവിടെയായിരുന്നു? പിറ്റേന്ന് രാവിലെയല്ലേ അയാൾ വന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒരു സത്യം പലതും അനു അറിയാൻ പോകുന്നതേ ഉള്ളൂ. അനുവിന്റെ കുഞ്ഞിപ്പോ സംഗീതയുടെ കയ്യിലല്ലേ? സംഗീതയിൽ നിന്നേ അനു അകറ്റി പിടിച്ചതാ കുഞ്ഞിനെ. എന്നിട്ടിപ്പൊ എന്തായി? ഇപ്പൊ രാവും പകലും കുഞ്ഞ് സംഗീതയുടെ കയ്യില്. ഞാനാ നിന്റെ അമ്മയെന്ന് അവരെങ്ങനെ അറിയാനാ മോളെ? നോക്ക്,
മനസ്സിലായില്ലേ? അമ്മ പേടിച്ചു പോയി മോളെ. ബലമായിട്ട് അവള് അനുവിന്റെ ബന്ധവും പറഞ്ഞ് എന്റെ മോളെ കൊണ്ടുവരുന്നെങ്കിലോ? അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും? അവളെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവളാ. നിന്നെയും കൊണ്ട് അവള് സ്ഥലം വിട്ടാലേ എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയാ. അനുവിനും വിപിനും നീ ആരുമല്ല. പേരിന് അമ്മയും അച്ഛനും മാത്രം അവര്. എന്നോടെ കടുത്ത പകയ വൈകയ്ക്ക്. അവളുടെ കുഞ്ഞിനെ ഞാൻ അപഹരിച്ചു എന്നാ അവള് പറയുന്നത്. ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് അവളിപ്പ കാണുന്നത് നിന്നെയാ. എന്ത് പറഞ്ഞ അവള് പ്രശ്നം ഉണ്ടാക്കിയത്? അത് കുഞ്ഞിനെ കാണണം, വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാ. പിന്നെ ട്രിപ്പൊക്കെ വലിച്ചെറിഞ്ഞു. ഷെറും വന്ന എന്നോട് വിവരം പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോവാൻ തയ്യാറെടുത്ത് നിൽക്കാനോ. പെട്ടെന്ന് അവളിങ്ങനെ പ്രതികരിക്കാൻ എന്തോ കാരണമുണ്ട്. എന്റെ അമ്മ അവളെ കാണാൻ വന്നിരുന്നോ? ഇല്ല ഡോക്ടർ. വേറെ ആരെങ്കിലും? പിന്നെ നീലിമമ്മ വന്നിരുന്നു ഡോക്ടർ. നീലിമ അവളോട് എന്താ പറഞ്ഞു? എന്നോടൊപ്പം റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. നീലിമ അവളുടെ റൂമിലേക്ക് വരരുതെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ അവളെ കടത്തിവിട്ടത്? റൂമിലേക്ക് കയറി വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? ഡോക്ടറെ പിടിച്ച് പുറത്താക്കാൻ എനിക്ക് കഴിയൂ? അവള് പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഷെറിന് എന്തിനു പോയി? എന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി രസിക്കാൻ നടക്കുക നീലിമ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. എന്നിട്ടും അവളെ തടയാൻ നിങ്ങൾക്ക് സാധിച്ചോ? സോറി ഡോക്ടർ, ഇനി ഇങ്ങനെ ഉണ്ടാവാൻ നോക്കാം. ഇനി നീലിമ അനുവിനെ വന്ന് കാണരുത്. അവള് വന്ന അതിന് ഉത്തരവാദി ആരാണെന്ന് ഞാൻ നോക്കില്ല. എന്താ അനു ഇത്? എനിക്ക് വീട്ടിൽ പോണം. വിപിൻ ചേട്ടൻ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ? വീട്ടിൽ പോയാ നിന്റെ അസുഖം ഭേദപ്പെടണ്ടേ? അനു, നീ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറരുത്. എന്റെ അസുഖം ഭേദപ്പെട്ടതുകൊണ്ട് തന്നെയാ എനിക്ക് പോണമെന്ന് ഞാൻ പറയുന്നത്. നിന്റെ അസുഖം ഭേദമായോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. ഇപ്പൊ തോന്നിയ ആശ്വാസത്തിന്റെ പേരിൽ നീ വാശി പിടിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഇവിടെ കിടക്കുന്നതാണ് വിപിൻ ചേട്ടന് താല്പര്യമെങ്കിൽ കിടക്കാം. പക്ഷെ എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരണം. അനു എന്തായി പറയുന്നത്? അനുവിന്റെ അസുഖം കുഞ്ഞിന് പകരില്ലേ? ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കല്ലേ കുഞ്ഞിനെ നമ്മൾ മാറ്റിയത്? വിപിൻ ചേട്ടനല്ലേ ഇങ്ങനെ പറയാൻ ഡോക്ടറോട് പറഞ്ഞിരിക്കുന്നേ? നിങ്ങൾ എല്ലാരും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് എനിക്കറിയാം. പകരുന്ന അസുഖം എന്ന് പറയുന്നല്ലാതെ എന്താ എന്റെ അസുഖം നിങ്ങൾ പറ. എന്തേ ഉത്തരവില്ലേ? നുണകളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനത് വിശ്വസിക്കാനും പോകുന്നില്ല. ഒരു പനി വന്നതിന്റെ പേരില് എനിക്ക് തന്ന ശിക്ഷയത്. എനിക്കിവിടെ നിന്നൊന്ന് പോയേ തീരൂ. വിപിൻ ചേട്ടൻ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഞാൻ ഊഹിച്ച് പറയുന്നൊന്നുമല്ല വൈകാമേ. അനുവിനെ ഹോസ്പിറ്റലിൽ രോഗിയാക്കി കിടത്തിയിരിക്കുന്നത് വിപിൻ ഡോക്ടറുടെ പ്ലേ ആണ്. മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ പകരുന്ന രോഗമാണെന്ന് ഒരു പ്രചരണവും. എന്തിനാ? നമ്മുടെ നീക്കങ്ങൾ പൊളിക്കാൻ, അല്ലാതെന്തിനാ? കുഞ്ഞ് സംഗീതയുടെ കസ്റ്റഡിയിലുമായില്ലേ? അനുവിന് സുഖമില്ലാതിരിക്കുന്നത് നേരാ. ഞാനിവളെ കണ്ടതല്ലേ. അത് ചെറിയൊരു പനിയിൽ കവിഞ്ഞ് അവൾക്കൊന്നുമില്ല. അത് ഒരവസരമായി വിപിൻ കണ്ടു. ഹോസ്പിറ്റലിലാവുമ്പോ സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാൻ പറ്റില്ല. അത് മാത്രമല്ല, അനുവും വൈകാമയും തമ്മില് സംസാരം ഉണ്ടാവരുത്. അതിനാ തടയിട്ടിരിക്കുന്നത്. എത്ര നാൾ ഇങ്ങനെ കാത്തിരിക്കും? അങ്ങനൊന്നും ഞാൻ പോവില്ലെന്ന് അവന് നന്നായിട്ടറിയാം. അവനും കളിക്കട്ടെ. എത്ര ദിവസം അവൻ അവളെ അവിടെ കിടത്താനാവും? ഇതിങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല. അനുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി വീട്ടിലെത്തിക്കണം. പഴയതുപോലെ അവള് പുറത്തു വരണം. വൈകാമയുമായി കൂടിക്കാഴ്ചകളും ഉണ്ടാവണം. അത് വേണം. നീ പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പോ എനിക്കും അങ്ങനെ തോന്നുന്നു. അവളെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നതിന് പകരം വിപിൻ മെനഞ്ഞൊരു തന്ത്രം. അത് മാത്രമാണിത്. ഇത്രയ്ക്ക് ഞാൻ ചിന്തിച്ചു കൂട്ടിയില്ല. പകർച്ചവ്യാധി എന്ന് പറഞ്ഞ ആരും അവളുടെ അടുത്തേക്ക് പോകില്ലല്ലോ. സംഗീത അനുവിന്റെ കുഞ്ഞുമായി സുഖിക്കുക. ഇപ്പോ അവക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
അവളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് അവളിൽ നിന്ന് ആ സത്യം അനുവിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഒരു പരിധിവരെ കാര്യങ്ങൾ എനിക്ക് അനുകൂലമായി വന്നു തുടങ്ങിയതായിരുന്നു. സംഗീതയുടെ സ്വസ്ഥത കെടണമെങ്കിൽ അനുവും സംഗീതയും തമ്മിലുള്ള ബന്ധം വഷളാവണം. നമ്മുടെ ആ ശ്രമത്തിനും തിരിച്ചടി വന്നിരിക്കുക. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. ഇല്ല, ഒരു മകളോടുള്ള സ്നേഹം അവരെ എന്നോട് കാണിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഇത് റൂട്ട് വേറെയാണ്. നീ അത് ഊഹിച്ചെങ്കിൽ പറ. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തിനാ വിപിൻ ചേട്ടനോട് പറയുന്നേ? നിങ്ങൾ എന്നെ അങ്ങ് പൊതിഞ്ഞു പിടിക്കല്ലേ? വീട്ടിലെത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് ഞാനത് പൊട്ടിക്കും. ഒരു ചൂളി നിൽക്കുന്നത് എനിക്ക് കാണണം. എന്താ വിപിൻ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അനു സ്വസ്ഥത തരില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ വയ്യ സംഗീതമ്മേ. ഒരു വശത്ത് അനു, മറുവശത്ത് വൈക. ആ സ്ത്രീ അടിക്കടി ഹോസ്പിറ്റലിൽ വന്ന് അവകാശം സ്ഥാപിച്ച് പോകുന്നുണ്ട്. ഇന്നവര് അനുവിന്റെ ഇതുവരെയുള്ള ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തിട്ടാ പോയത്. അവൾക്കെങ്ങനെ അനുവിന്റെ ബില്ല് പേ ചെയ്യാൻ കഴിയും? ബന്ധു ചമഞ്ഞ് അവർ കൗണ്ടറിൽ ചെന്ന് അന്വേഷിച്ചു. വിപിനോട് അവിടുന്ന് ആരും വിളിച്ച് ചോദിച്ചില്ലേ? എങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നോ? സാമർഥ്യകാരിയല്ലേ, അവരെന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. അനു അല്ല, ഈ കുഞ്ഞാ ഇപ്പൊ എന്റെ സമാധാനം കെടുത്തുന്നത്. എനിക്ക് വൈകിയ ഒരു വിഷയമേ അല്ല. അവര് അനുവിനോട് പറയട്ടെ അനു അവരുടെ മോളാണെന്ന്. അതിന് ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നത്? അത് കേൾക്കുമ്പോ അവൾക്കുണ്ടാവുന്ന റിയാക്ഷൻ മാത്രമേ എനിക്കും ഉണ്ടാവൂ. ഇനിയും എനിക്കല്ല, പുതിയ അമ്മയ്ക്കാണ് അവള് പ്രാധാന്യം കൽപ്പിക്കുന്നെങ്കിൽ അവള് അവർക്കൊപ്പം പോട്ടെ. എന്തൊക്കെയാ പറയുന്നത്? പിന്നെ പറയാതെ. ഇനി എവിടെ നിന്നൊക്കെ ഓരോ കഥകൾ പറഞ്ഞ് അവകാശികൾ വരും. അതൊന്ന് പറഞ്ഞുതരാമോ? ഈ കുടുംബത്തിൽ വന്നു കയറിയിട്ട് സന്തോഷം വേണ്ട, അല്പം മനസ്സമാധാനം. എനിക്കത് കിട്ടിയിട്ടുണ്ടോ? അവള് പ്രഗ്നന്റ് ആയ സമയം മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. പ്രായമില്ല, പക്വതയില്ല എന്നൊക്കെ ഓർത്ത് ഉപദേശിച്ചു, ശാസിച്ചു, ഗതികെട്ട് തല്ലുക വരെ ചെയ്തു. അതുകൊണ്ടൊന്നും അവളെ നന്നാവില്ലെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴിതാ പുതിയൊരു അമ്മ വേഷം കൂടി എത്തിയിരിക്കുന്നു. എന്തിനും ഞാൻ ഈ ടെൻഷനൊക്കെ അനുഭവിക്കണം? മടുത്തു എനിക്ക്. ശരിയാ, വിപിനോട് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞങ്ങളുടെ മകളല്ല എന്നറിഞ്ഞിട്ട് പോലും അവളെ വെറുക്കാനോ ഞങ്ങളോട് ശത്രുത കാട്ടാനോ വിപിൻ തയ്യാറായില്ല. സംഗീതമ്മ എന്റെ അടുത്ത് ചെയ്ത ദ്രോഹം അതൊന്നുമല്ല. ഈ കുഞ്ഞിന്റെ പിതൃത്വം എന്റെ തലയിൽ കെട്ടിവെച്ചതാ. എന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ ഒരാളാ. കുഞ്ഞിനെ അവൾക്ക് വിട്ടുകൊടുത്തതിലൂടെ നിങ്ങൾ ചെയ്തത് അവളുടെ അഹങ്കാരത്തിന് വളം വെച്ച് കൊടുക്കുകയായിരുന്നു. ദൈവം അവളെ ശിക്ഷിച്ചപ്പോ സംഗീതമ്മ വിധി തിരുത്താൻ ശ്രമിച്ചു. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനുമായി. വൈകയുടെ മുന്നിൽ വെച്ച് അനു എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരെ പറ്റി ഞാനൊരക്ഷരം മിണ്ടിപ്പോരുതെന്ന്. അത്രത്തോളം ആയി കാര്യങ്ങളൊക്കെ. ഈ കുഞ്ഞുമായി നാളെ അവൾ വൈകിക്കൊപ്പം പോവില്ലെന്ന് എന്തുറപ്പാ ഉള്ളത്?
കുഞ്ഞുമായി അവള് പോയാ അത് നിങ്ങൾ സ്വയം വരുത്തി വെച്ചതാ. എന്നെ കൂടി നിങ്ങൾ അതിൽ കുടുക്കി. നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടമല്ല എന്നെ ബാധിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞിന്റെ പിതൃത്വം എന്റെ തലയിൽ കെട്ടിവെച്ചതാ. ഇങ്ങനൊരു സമയത്ത് അത് വേണോ? ഞാൻ ഇപ്പൊ തന്നെ അത് നടന്നു കാണാൻ ആഗ്രഹിക്കുന്നതിന് ഒരു കാരണമുണ്ട്. മാതൃഭാഗത്ത് കുഞ്ഞിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ശക്തി അതിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെറ്റമ്മയെ വിട്ട് കുഞ്ഞ് മറ്റൊരു കൈയിലേക്ക് പോവില്ല. ഈ അപകടഘട്ടത്തിലല്ലേ ഞാനത് ചെയ്യേണ്ടത്. തിരുത്താൻ കഴിയാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഇനി എനിക്ക് ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തോട് ഞാനിപ്പോ കീഴാണ്. അപ്പോ സ്വന്തം കുഞ്ഞിലേക്ക് സംഗീതാമ്മയുടെ മനസ്സ് അടുത്തു കഴിഞ്ഞു എന്ന് സാരം. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി സംഗീതാമ്മ. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ വേണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അനുവും കുഞ്ഞും എന്റെ കൂടെ ഉണ്ടായാൽ മതി. അനു എന്നെ തള്ളി പറഞ്ഞു പോയ ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുക? സംഗീതാമ്മയ്ക്ക് അങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സം പറയില്ല. എന്നെയും ബാധിക്കുന്നതല്ലേ അത്. സംഗീതാമ്മയുടെ വിശ്വാസം സംഗീതാമ്മയെ രക്ഷിക്കട്ടെ. ഇത്തരം പൂജകൾ ചെയ്യുന്ന സാത്വികനായ ഒരാളെ കണ്ടെത്തി എത്രയും വേഗം ഞാൻ കൂട്ടിവരാം. ഇനി ദൈവം തീരുമാനിക്കട്ടെ. മോളെ പ്രതാപൻ എന്തി? അവന് കഴിക്കാൻ നേരമായില്ലേ? ഞാൻ വിളിച്ചതാച്ചാ. അത്താഴം വേണ്ട, പുറത്തുനിന്ന് കഴിച്ചു പറഞ്ഞു. അവന് കൃഷി ചെയ്യാൻ ആരോ വന്ന് ചാടിയിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ ഏതായാലും അവൻ ഭാഗ്യവാനാ. റോഷൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ഓടി കാറിലാണ് ഈ പ്രതാപം വരുന്നതും പോകുന്നതെന്നൊക്കെ. ബാംഗ്ലൂരുള്ള പ്രതാപേട്ട ഒരു സുഹൃത്ത് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവിടെ ഏതോ IT കമ്പനിയിൽ അയക്ക് ജോലി, നല്ല ശമ്പളം ഉണ്ടത്രേ. ആഹാ, എന്നാ കൂട്ടുകാരന്റെ സഹായം കൊണ്ട് അവൻ അവിടെ ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? സ്വന്തമായി നാട്ടിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കൂട്ടുകാരനോട് വല്ല ജോലി സാധ്യതയുണ്ടോന്ന് പ്രതാപേട്ടൻ ചോദിച്ചതാ. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. കൊള്ളാം. അവനെ കണ്ട അപ്പ തന്നെ ഇറക്കിവിടും. മുഖത്ത് എഴുതി വെച്ചേക്കുമല്ലേ ഇവൻ ശരിയല്ലെന്ന്. പ്രതാപേട്ടൻ ജോലിക്ക് പോവാത്തതിന് ദേഷ്യ പ്രവീണേട്ടന്. എടോ, അന്യ നാട്ടിൽ പോയി ജോലി എടുക്കുന്നതിന് ഇവിടെ പണിയെടുക്കാൻ മേലേ? നീ എപ്പോഴാടാ മാറിയത്? അച്ഛനോട് ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കില്ല. അച്ഛാ, എല്ലാവർക്കും ഒരു കഷ്ടകാലം വരും. എന്റെ ആ കാലം കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരെയും കൊണ്ട് നല്ലതൊക്കെ പറയിപ്പിച്ച് കുറച്ചു കാലം ജീവിക്കണം. അത് കഴിഞ്ഞാലോ പ്രവീണേട്ടൻ പഴയ സ്വഭാവം പുറത്തെടുക്കുവോ? അപ്പോഴേക്ക് എന്റെ അച്ഛന്റെ വിസ വരില്ലേ? അല്ലേ അച്ഛൻ? ഇവിടുന്ന് പോയി കഴിഞ്ഞാലെങ്കിലും
പ്രവീൺ മിടുക്കനാണെന്ന് അച്ഛനൊന്ന് പറയണം. ആത്മാർത്ഥമായിട്ടാണ് നീ പറയുന്നതെങ്കിൽ എന്റെ അനുഗ്രഹം നിനക്കുണ്ടാവുമടാ. പൂജ ഇത് കുഞ്ഞിന് വേണ്ടിയുള്ള പൂജയാണ്. ഞാനത് മുന്നേ തീരുമാനിച്ചതാ. അനു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ലേബർ റൂമിൽ കിടന്നപ്പോഴ് പീഡിയാട്രിഷ്യൻ പോറ്റി സാർ എന്നോട് പറഞ്ഞത് കുഞ്ഞിന് വേണ്ടി ഒരു പൂജ ചെയ്യാൻ. തിരുമേനിയുടെ സമയം ഇപ്പോഴാ കിട്ടിയത്. അതിപ്പോ വേണ്ടെന്ന് വെച്ച് അദ്ദേഹത്തിന്റെ സമയം കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കണം. കുഞ്ഞ് ജനിച്ച 6 മാസത്തിനുള്ളിൽ നടത്തേണ്ടതായത്. കുറെ പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുള്ളവളാ ഞാനും. ഇങ്ങനെ ഒരു പൂജയെപ്പറ്റി ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. മാഷിനെ വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയത്തേയില്ല. പൂജ നടത്തിക്കുന്നത് ലക്ഷ്മിയുടെ മോനല്ലേ? എന്തായാലും ലക്ഷ്മിക്കും കുടുംബത്തിനും ഈ പൂജ കൊണ്ട് ഒരു ദോഷവും വരത്തില്ല. അമ്മ ആവശ്യമില്ലാത്ത സംശയങ്ങളുമായിട്ട് വരരുത്. ഇത് വിളിച്ച് അനുവിനോട് പറയാനും ശ്രമിക്കരുത്. അമ്മയുടെ വായിൽ നിന്ന് പോകുന്ന പോലെ ഇരിക്കും അവളുടെ പ്രതികരണം. ഇനി ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. മുത്തശ്ശി, തിരുമേനി എത്തി. അത് പിന്നെ കുഞ്ഞിന്റെ അമ്മ ഹോസ്പിറ്റലല്ലയോ, പിന്നെ എങ്ങനെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുന്നേ? എന്താ ഡോക്ടറെ, കുഞ്ഞിന്റെ അമ്മ ഇവിടെ ഇല്ലേ? പനിയായിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കെ. എങ്കിൽ ആ വിവരം പുറപ്പെടും മുമ്പ് ഡോക്ടർക്കൊന്ന് അറിയിക്കാമായിരുന്നില്ലേ? പൂജ നടക്കുമ്പോ അമ്മയുടെയും കുഞ്ഞിന്റെയും സാന്നിധ്യം അല്പനേരമെങ്കിലും ഉണ്ടാവണം. പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. കുഞ്ഞിന്റെ അമ്മ തിരിച്ചു വന്നിട്ട് ഡോക്ടർ എന്നെ വിളിച്ചറിയിച്ചാ മതി. തിരുമേനി ക്ഷമിക്കണം, പൂജ മാറ്റിവെക്കാതെ തന്നെ ഒരു പ്രതിവിധം തിരുമേനി കാണുന്നില്ലേ? ആ, കുഞ്ഞിവിടെ ഉണ്ടോ? ഉണ്ട്. പൂജ കഴിഞ്ഞാൽ കുഞ്ഞിന്റെ അമ്മ 2 നാഴികയ്ക്കുള്ളിൽ പ്രസാദം തൊടണം. അതിന് കഴിയുമോ? കഴിയും തിരുമേനി. 1 നാഴിക 24 മിനിറ്റാണ്. സാധിക്കും തിരുമേനി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ പ്രസാദം തൊടിക്കാം. ശരി, എങ്കിൽ പൂജ ആരംഭിക്കാം. ശരി. ലക്ഷ്മിയമ്മയാണല്ലോ. എന്താ ലക്ഷ്മിയമ്മ? ഇവിടെ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെയോ പൂജ നടത്താൻ പോവാ. പൂജയോ? എനിക്കറിയില്ലേ. അമ്മയും കുഞ്ഞും ഒന്നിച്ചിരുന്ന് നടത്തേണ്ട പൂജയാ. എന്തിനെങ്ങനെ ധൃതി പിടിച്ച് നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, കുഞ്ഞിന്റെ അമ്മ ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞതാ. പ്രസാദം തൊടുവിക്കാനേ വിപിന അങ്ങോട്ട് വരുമെന്ന്. കൊണ്ടുവരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ലക്ഷ്മിയമ്മ ഒന്ന് അവിടെ ചെന്ന് നിൽക്ക്. എന്നിട്ട് എന്താ നടക്കുന്നതെന്ന് എന്നെ ഒന്ന് വിളിച്ചു പറ. ഓ ശരി. എന്ത് പൂജയായിരിക്കും? ദൈവമേ, എന്റെ കുഞ്ഞ്. എന്താ അസുഖമാ മകൾക്ക്? പെട്ടെന്നുണ്ടായ പനിയാ തിരുമേനി. എന്റെ കൊച്ചുമോളാ അവള്. കുഞ്ഞുമായി വന്നത് മോളുടെ അമ്മയാണല്ലേ? അതെ. അമ്മയുടെ സാന്നിധ്യം വേണ്ടായിരുന്നോ തിരുമേനി? ആ, കുഞ്ഞിന്റെ മുത്തശ്ശിയല്ലേ കുഞ്ഞുമായി വന്നത്. അതിൽ പൊരുത്തക്കേടൊന്നുമില്ല. 2 നാഴികയ്ക്കുള്ളിൽ അമ്മയ്ക്ക് പ്രസാദം എത്തിച്ചു കൊടുക്കണം, അത്രയുള്ളൂ. പൂജ അങ്ങേറ്റം ശുഭകരമായിരുന്നു. ഫലസിദ്ധി ഉറപ്പാ. പൂജ ചെയ്യുമ്പോഴേ അറിയാം അതിന്റെ ഫലവും. എല്ലാ നിമിത്തങ്ങളും ഒരുമിച്ച് വന്നു. ഇനി ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അത് പറയാൻ വേണ്ടി കാത്തിരുന്നതാ. അത് കുഞ്ഞിന്റെ അമ്മ തന്നെ ചെയ്യേണ്ടതാ. അതിന് മറ്റാരെയും നിയോഗിക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാ. എന്താ തിരുമേനി? അധികനാൾ താമസിക്കാതെ പൂജ കഴിച്ച പ്രസാദം തീർത്ഥത്തിൽ ഒഴുക്കണം. കടലിലോ ഏതെങ്കിലും തീർത്ഥഘട്ടത്തിലോ ആവാം. അവിടെയാണ് ഈശ്വരനെ ധ്യാനിച്ച് അത് അർപ്പിക്കേണ്ടത്. ഇനി അവിടെ വല്ല പൂജയുണ്ടോ തിരുമേനി? അവിടെ പ്രത്യേക പൂജയൊന്നുമില്ല. ആ കർമ്മം അങ്ങ് ചെയ്താ മതി.
അതുവരെ പൂജ കഴിച്ച പ്രസാദം പൂജാമുറിയിൽ വയ്ക്കണം. നിലവിളക്ക് അണയാതെയും നോക്കണം. ഇന്ന് തന്നെ ചെയ്യേണ്ട ചടങ്ങായിരുന്നു അത്. കുഞ്ഞിന്റെ അമ്മയെ കൊണ്ട് എത്രയും വേഗം അതങ്ങ് ചെയ്യിപ്പിക്കണം. അത് ചെയ്യാൻ തിരുമേനി. എന്നാ സമയം കളയണ്ട, ഡോക്ടർ പുറപ്പെട്ടുള്ളൂ. മുത്തശ്ശി. ശരി മോനെ, മോൻ ചെല്ല, ഞാൻ തിരുമേനി യാത്ര ആയിക്കോളാം. ശരി. അല്ല, പ്രതാപന് ബാംഗ്ലൂർ ജോലി ശരിയായോ? ഏതാണ്ട് ശരിയായ പോലെയാ. പേരിനൊരു ഇന്റർവ്യൂ ഉണ്ട്. ജോയിൻ ചെയ്യാൻ തയ്യാറായി വരാനാ പ്രതാപേട്ടനോട് പറഞ്ഞത്. അപ്പൊ പണി ഉറപ്പായി. പ്രവീണേട്ടൻ നെഗറ്റീവായിട്ടൊന്നും പറയല്ലേ. ജീവിക്കാനൊരാഗ്രഹം പ്രതാപേട്ടന് വന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥനയത്. എടോ, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, താൻ വിഷമിക്കണ്ട. ഞാനിനി ഒന്നും പറയുന്നില്ല. തന്നെ ഇവിടെ ഇട്ടിട്ട് അവൻ കുറെ കരയിപ്പിച്ചതല്ലേ. ഞാനും അതിന് കാരണക്കാരനായിട്ടുണ്ട്. എന്തായാലും നിന്റെ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ എനിക്കൊരു സംശയം, അവനവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുവോ? നിൽക്കും. പ്രവീണേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോ ഒരപമാനം പ്രതാപേട്ടനുണ്ടായി. പക്ഷേ കുറഞ്ഞ പണി ചെയ്യാൻ പ്രതാപേട്ടന്റെ അഭിമാനം അനുവദിക്കാത്തതാ പ്രശ്നം. അതാ ഏതേലും നല്ല കമ്പനി കയറാന്ന് വെച്ചത്. എന്തൊക്കെയായിരുന്നു അവന്റെ ആഗ്രഹങ്ങള്? ബാർ ലൈസൻസ് എടുക്കണം, കോടീശ്വരനാവണം, സിനിമ പഠിക്കണം. എന്നിട്ടിപ്പോ എന്തായി? ഒരു കമ്പനിയിൽ പണിയായി. ഇന്ന് രാവിലെ ആ സ്ത്രീയുമായി നിങ്ങൾ എവിടെയാ പോയത്? എന്നോട് പറഞ്ഞു പോരുതെന്ന് ലക്ഷ്മിയമ്മ നിങ്ങൾ വിലക്കിയില്ലേ? നിങ്ങളും ആ സ്ത്രീയും ചേർന്ന് എന്നെ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള നീക്കത്തിലാ. അനു, ഇനി ഞാനിവിടെ നിന്നാലേ എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. അനു, അനു നിക്കാൻ, അനു നിക്കാൻ, നിക്കണേ അവിടെ. എന്നെ വിടാനാ പറഞ്ഞേ. വിടാ അനു, പറയുന്ന കേക്കാനു. എന്നെ വിടാ. വിടടാ അവളെ. നീ എന്താ ഇവളോട് ചെയ്തത്? അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങളങ്ങോട്ട് മാറിയെന്നേ. അനു, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. വരാനല്ലേ പറഞ്ഞത്? എനിക്കിവിടെ നിന്ന് പോണം. എന്നെ ആരും തടയണ്ട. അനു, അനു പറയുന്ന കേക്കാൻ. മന്ത്രവാദം നടത്തി ഇയാളും ആ സ്ത്രീയും കൂടെ എന്റെ കുഞ്ഞിനെ അങ്ങ് കൊല്ലും. ഇനി ഇങ്ങ് വരാൻ. ഞാൻ പാടില്ല. അപ്പൊ അതാണ് നിന്റെ ലക്ഷ്യമല്ലേ മോളെ? ഇക്കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടു. നീലിമ അറിയിച്ച പ്രകാരം ഞാൻ പോയതാ. ഇവനും സംഗീതയും എന്തൊക്കെയോ കടലിൽ ഒഴുക്കുന്നു. ഇവൻ ഇത്ര വേഗം ഇവിടെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാരും കൂടി ചേർന്ന് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും. അതിനാ എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത്. നിങ്ങളെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ? എന്നെ എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഒന്ന് എത്തിക്ക്. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും പോയിക്കോളാം. വൈകാമ ജീവിച്ചിരിക്കുമ്പോ മോക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. വൈകാമ കൊണ്ടുപോവാം നിന്നെയും കുഞ്ഞിനെ. എന്റെ മുന്നിൽ വെച്ച് നീ ഇവളെ വീണ്ടും തല്ലിയല്ലേടാ? എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അമ്മ വേണ്ട, ആളുകളെ ശ്രദ്ധിക്കുന്നു. ആര് ശ്രദ്ധിച്ചാൽ എനിക്കെന്താ? ഇവള് വരാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോവും. മോളെ, നിനക്ക് നിന്റെ കുഞ്ഞിനെ ജീവനോടെ വേണ്ടേ? എങ്കി എന്റെ കൂടെ വാ. അനു, വരാനാ പറഞ്ഞത്. അനു, എന്റെ വഴി തടഞ്ഞ ഞാൻ നിങ്ങളെയും തല്ലും. ഇനി നിങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ പടി കിടക്കുന്നത് എനിക്കൊന്ന് കാണണം. നിങ്ങൾ പറയല്ലേ പറഞ്ഞത്? വേണ്ടമ്മേ, ഇപ്പൊ വേണ്ട. നമ്മുടെ ശ്രമം വിജയിക്കില്ല.
അവളെയും കൊണ്ട് പുറത്തിറക്കാൻ നമുക്ക് കഴിയില്ല. സെക്യൂരിറ്റി തടയും വൈകാമേ. രാജയെ വിളിക്ക. ഇവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നിനക്ക് ആ സ്ത്രീക്കൊപ്പം പോണല്ലോടി. അവര് നിന്റെ കുടുംബത്തിന്റെ ശത്രുവാ. നിന്നെയും കൊണ്ട് അവര് പോകുന്നതേ കുഞ്ഞിന്റെ അടുത്തേക്കല്ല, തമിഴ്നാട്ടിലേക്കാ. പിന്നെ നീ പുറം ലോകം കാണില്ല. പക തീർക്കാൻ അവർ ചിലപ്പോ നിന്നെ വിറ്റെന്നും വരും. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ മന്ത്രവാദം നടത്തിയെന്ന് പറയാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടി? കുഞ്ഞിന്റെ ദീർഘായുസിന് വേണ്ടി നടത്തുന്ന ഒരു പൂജയായിരുന്നു അത്. അതറിഞ്ഞിട്ട് നീ വരുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. ഇനി ആ സ്ത്രീ ഇവിടെ വന്ന് നിന്നെ കാണില്ല. റൂമിന് പുറത്ത് ഞാനൊരു സെക്യൂരിറ്റി നിർത്താൻ പോവാ. ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു.